ഹായ് നമസ്കാരം. ഈ യൂറോപ്പിലോട്ട് വരാന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യാട്ടാ. അതിപ്പോ കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ അക്രോസ് ആൾക്കാര് അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്പിൽ വരണം ചുമ്മാ വിസിറ്റ് ചെയ്യാൻ വരുന്ന കാര്യമല്ല ഞാൻ പറയണത്. ഇവിടെ വന്ന് ജോലി ചെയ്യാൻ എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ ഭയങ്കര ആഗ്രഹാട്ടാ. അപ്പൊ ഞാന് നാട്ടിലുള്ളപ്പോ തന്നെ കുറെ ആൾക്കാര് ഇതുപോലെ ഓരോ ഏജൻസിക്കൊക്കെ പൈസ കൊടുത്തിട്ട് കുറെ പൈസ കുറെ പാവപ്പെട്ട പിള്ളേരുടെ അതായത് മിഡിൽ ക്ലാസ് ഉള്ള കുറെ ആൾക്കാരെ എവിടുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഈ ഏജൻസിക്ക് കൊടുത്തിട്ട് ചിലവർ ഇൻഡിവിജ്വൽസിനാണ് കൊടുത്തേക്കണത്, ചിലവർ ഏജൻസീസാണ് കൊടുത്തേക്കണത്. ഇവിടെ ജോലിയൊക്കെ റെഡിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറെ ഇമെയിലൊക്കെ അയച്ചിട്ട് ഒരു സൂം മീറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട്, ഈ സൂം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓഡിയോ മാത്രമാട്ടാ, വീഡിയോ ഒന്നുമില്ല. അതിനകത്ത് ഇതൊക്കെ ചെയ്തിട്ട് കമ്പനിയുടെ ഇന്റർവ്യൂ ആണ് അതാണ് ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാരണം, ഈ വീഡിയോ ചെയ്യാനുള്ള ഇനിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഭയങ്കര വലിയൊരു ഇൻഫ്ലുവൻസറോ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളൊന്നല്ല. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമായതുകൊണ്ടും എനിക്ക് എന്തായാലും എൻഗേജ്ഡ് ആയി ഇരിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഇതിന്ന് കിട്ടാവുന്ന ഇൻകത്തെ പറ്റി വറിയിടൊന്നല്ല, ഐ മീൻ അതൊന്നും ചിന്തിച്ചിട്ടല്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് തന്നെ കഴിഞ്ഞ ഒരു മാസം ഞാൻ സത്യം പറഞ്ഞാൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ആ പ്രൈമറി മാത്രമേ നോക്കുള്ളൂ. അതിനകത്ത് റിക്വസ്റ്റിലും ജെൻഡറിലും ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്നുണ്ട്, പിന്നെ അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ട്. അതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കുറേ ഏജൻസീസിൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് ഉള്ള പണിയൊക്കെ വിട്ടിട്ട് പണി കിട്ടാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അതിനകത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മോശമായതുകൊണ്ടല്ല, മിഡിൽ ഈസ്റ്റിൽ പോകുന്ന അത്ര ഈസി ആയിട്ട് ആർക്കും ഇപ്പോൾ ശെങ്കൻ ഏരിയയിലോട്ട് വന്നിട്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടേക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ജോലി ചെയ്യാന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിങ്ങളൊരു വിസിറ്റിംഗ് വീസ എടുത്തിട്ട് പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അവിടുന്ന് ജോലി അന്വേഷിച്ചിട്ട് ഒരു വീസയൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതുപോലെ ഒരിക്കലും നെതർലൻഡ്സിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ വന്ന് നിൽക്കാൻ പറ്റില്ല. ഇവിടെ വരണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്. രണ്ടാമത്, ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് വീസ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് ഈ 3 മിനിറ്റ്സിനകത്ത് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ, ഒന്ന് ഫോളോ തട്ടിയേക്ക്, കമൻറ്റ് അതിനകത്ത് ചെയ്തേക്ക്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസിൽ എൻ്റെ കണ്ടന്റ് വിഷ്വലൈസേഷൻ ഇല്ലെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കാണാട്ടാ. ശരി, ബൈ.